ഹലോ. പാരൻറ്റിങ്ങിനെ പറ്റിയാണ് പലപ്പോഴും നമുക്ക് വളരെയധികം ഒരു സംശയം ഇപ്പോഴത്തെ സമൂഹത്തിലുള്ളത്, അല്ലേ? എല്ലാവരും വളരെ ഉത്കണ്ഠകുലരാണ്. എങ്ങനെ കുട്ടികളെ വളർത്തണം, എങ്ങനെ നന്നായിട്ട് പാരൻറ്റിങ് ചെയ്യണം. ഈ അടുത്ത കാലത്ത് നെറ്റ്ഫ്ലിക്സിലുണ്ടായിരുന്ന ഒരു അഡോളസൻറ്റ് സീരീസൊക്കെ കണ്ടതിന് ശേഷം ഇതിനെപ്പറ്റിയൊക്കെ ഒരു ഉള്ളിലേക്കൊരു എത്തിനോട്ടം നമ്മൾ പാരൻസ് എന്ന രീതിയിൽ വളരെ വേണ്ടതാണെന്ന് നമ്മൾ കരുതുന്നു. ചുറ്റുമുള്ള സമൂഹത്തിൽ തന്നെ ഇപ്പോൾ സംഭവിക്കുന്ന പലതരം പ്രശ്നങ്ങളിലുമെല്ലാം കൗമാരപ്രായക്കാരിലാണെങ്കിലും ചെറുപ്പക്കാരിലാണെങ്കിലും അവരെ വളർത്തുന്ന രീതികളിലും അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികളെന്ന രീതിയിൽ ആ കുടുംബത്തിലെ മുതിർന്നവർക്കുള്ള ഉത്തരവാദിത്തത്തെ പറ്റിയൊക്കെ നമ്മളിന്ന് ഏറെ ബോധവാന്മാരാണ്. അപ്പോൾ അതിലെ ഏറ്റവും പ്രധാന ഒരു ഘടകമാണ് പാരൻറ്റിങ്. നമ്മളാരും നല്ല പാരൻസ് ആയിട്ടല്ല ജനിക്കുന്നത്. നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മുടെ അച്ഛനമ്മമാർ നമ്മളെ സമീപിച്ച രീതിയിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയതും അല്ലെങ്കിൽ നമ്മൾ ചുറ്റുമുള്ള നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്നും മറ്റ് കുടുംബാംഗങ്ങളിലൊക്കെ ഇതിൻ്റെ പാരൻറ്റിങ്ങിൻ്റെ രീതിയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം. എന്നാൽ നമ്മളൊരു പാരൻ്റ് ആകുന്നത് അല്ലെങ്കിൽ നമ്മളെ ഒരു പാരൻ്റ് ആക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ തന്നെയാണ്. നമ്മുടെ കുട്ടികളാണ് സത്യം പറഞ്ഞാൽ നമ്മളെ ഒരു പാരൻ്റ് ആക്കുന്നത്. അപ്പോൾ അതെങ്ങനെ, ആ രക്ഷാകർതൃത്വം എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനഃശാസ്ത്ര രംഗത്ത് നമ്മളിതിനെ 4 തരത്തിലുള്ള പാരൻറ്റിങ് സ്റ്റൈൽസ് പറയാറുണ്ട്. നെഗ്ലക്റ്റ്ഫുൾ, പെർമിസീവ്, അതോറിറ്റേറ്റീവ് ആൻഡ് അതോറിറ്റേറിയൻ എന്ന് പറയും. നെഗ്ലക്റ്റ്ഫുൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, തീരെ ശ്രദ്ധിക്കാതെ എങ്ങനെയോ ആയിക്കോട്ടെ, അവനവൻ്റെ വഴി നമുക്ക് നമ്മുടെ വഴി എന്ന രീതിയിൽ പലപ്പോഴും ശ്രദ്ധ നൽകാൻ കഴിയാത്ത രീതിയിൽ കുടുംബഛിദ്രമോ ഒക്കെ ആയിരിക്കാം. മാത്രമല്ല കുട്ടികളുടെ ഓവറോൾ വളർച്ചയിലോ ഒന്നും അച്ഛനമ്മമാരുടെ വലിയ പങ്കൊന്നും ഉണ്ടാവും. അവരങ്ങനെ വളർന്നു വരുന്നു. അവരവരുടെ പേഴ്സണാലിറ്റിയോ നല്ല റെസീലിയൻസ് എന്ന് പറയുമ്പോൾ പ്രശ്നങ്ങളെയൊക്കെ നേരിടാനുള്ള ഒരു സ്വയം ആർജിച്ച ശക്തിയൊക്കെ കൊണ്ട് ചില കുട്ടികളെല്ലാം നല്ല മെച്ചപ്പെട്ട് വരുന്നു, ചിലരെല്ലാം ഒഴുകി പോവുകയും ചെയ്യും. അപ്പോൾ നെഗ്ലക്റ്റ്ഫുൾ പാരൻറ്റിംഗ് ആണ് ഈ പാരൻറ്റിംഗ് സ്റ്റൈലിൽ ഏറ്റവും പ്രശ്നബാധിതമായ പാരൻറ്റിംഗ്. രണ്ടാമത് പെർമിസീവ് പാരൻറ്റിംഗ് ആണ്. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഏറ്റവും അധികം ചിലപ്പോൾ നമ്മൾ ചുറ്റും കാണുന്നത് പെർമിസീവ് പാരൻറ്റിംഗ് ആണ്. കുട്ടി കരയാൻ പാടില്ല, കുട്ടിക്ക് വിഷമം വരാൻ പാടില്ല, കുട്ടിക്ക് എപ്പോഴും സന്തോഷത്തിൻ്റെ ഒരു ബബിള് നൽകണം, കുട്ടി എന്താഗ്രഹിക്കുന്നോ അത് സാധിച്ചു കൊടുക്കണം, കുട്ടിയുടെ സന്തോഷമാണ് നമ്മുടെ. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ പലപ്പോഴും ഒരു പെർമിസീവ് പാരൻറ്റിംഗ് സ്റ്റൈലിലേക്ക് പലരും നീങ്ങാറുണ്ട്. അപ്പം എന്ത് ചോദിച്ചാലും അത് സാധിച്ചു കൊടുക്കുന്ന രീതി, അല്ലെങ്കിൽ കുട്ടിയെ ഒരു തരത്തിലും തിരുത്തുന്നതിനോട് താല്പര്യം, കുട്ടി തനിയെ പഠിച്ചോട്ടെ, കുട്ടിക്ക് യെസ് ഓർ നോ എന്നും പറയാൻ പാടില്ല, കുട്ടി സ്വന്തം നിലയ്ക്ക് മനസ്സിലാക്കോട്ടെ. മറ്റൊരാൾക്കാരും തൻ്റെ കുട്ടിയെ തിരുത്തുന്നതിനോടും ഇത്തരം പേരൻസിന് വലിയ യോജിപ്പൊന്നുമില്ല. തൻ്റെ കുട്ടി വളരെ മെച്ചമാണ്, മികച്ചതാണെന്ന് സ്വയം വിശ്വസിക്കുകയും ചെയ്യും. അവരും ചിലപ്പോൾ അവരവരുടെ ലോകത്ത് തന്നെ അങ്ങ് വിരാജിക്കുന്നവരായിരിക്കും. കുട്ടികളുടെ രീതിയിലായി വളർന്നു വരും. പലപ്പോഴും റൂൾസോ നിയമങ്ങളോ ഒന്നും അവർക്ക് ബാധകമായിരിക്കില്ല. കുടുംബത്തിനകത്താണെങ്കിൽ തന്നെ ഉത്തരവാദിത്തങ്ങളോ ഒന്നും അവരെ അങ്ങനെ പ്രത്യേകിച്ച് ഏൽപ്പിച്ചോ അവരിൽ നിന്ന് എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങൾ പ്രതീക്ഷിക്കുന്നതും പലപ്പോഴും ഈ പെർമിസീവ് പാരൻറ്റിംഗ് സ്റ്റൈലിൽ കുറവ് തന്നെയാണ്. അപ്പോൾ ഇതിനെ നമ്മൾ ജെല്ലി ഫിഷ് പാരൻറ്റിംഗ് എന്ന് പറയും. ജെല്ലി ഫിഷ്, ആഴക്കുഴ സ്റ്റൈൽ അല്ലേ, ജെല്ലി ഫിഷ് എന്നാണ് നമ്മൾ ഇത്തരം പാരൻറ്റിംഗ് സ്റ്റൈലിനെ പറയാറുള്ളത്. ഇനിയൊരു പാരൻറ്റിംഗ് സ്റ്റൈൽ, ഇതിന് നേരെ വിപരീതം, കടുകട്ടിയായിട്ടുള്ള പാരൻസ്. ഒരു തരത്തിലും ഒരു വീട പോലും സ്വന്തം വ്യക്തിത്വത്തിന് അല്ലെങ്കിൽ ആ കുട്ടിയുടെ വ്യക്തിത്വത്തിന് വലിയൊരു ഇതൊന്നും മതിപ്പൊന്നും ഉണ്ടാവില്ല. അച്ഛനമ്മമാർ പറയുന്നതിന് അപ്പുറം പോകാൻ പാടില്ല എന്ന തരത്തിലുള്ള കൃത്യമായ ചിട്ടയും റൂളും മുനയോടുകൂടി വളർത്തുന്ന കുട്ടികൾ. അവർക്ക് എന്താണ് വേണ്ടത് അത് തനിക്കാണ് ഏറ്റവും നന്നായിട്ട് അറിയുന്നത് എന്ന രീതിയിൽ അവരെ ഡയറക്റ്റ് ചെയ്ത് അവരെ ആ രീതിയിലുള്ള പൗരന്മാരായി അവരാഗ്രഹിക്കുന്ന വ്യക്തിത്വങ്ങളായിട്ട് വളർത്താൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കംപ്ലീറ്റ്ലി ആക്റ്റീവ് പാരൻറ്റിങ്. ആക്റ്റീവ് ഇൻ എ സെൻസ് അത് വളരെ സ്ട്രിക്റ്റ് പാരൻറ്റിങ്ങിലേക്ക് പോകുന്നത്. അതിനെയാണ് അതോറിറ്റേറിയൻ പാരൻറ്റിങ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഒരു തരം ടൈഗർ പാരൻറ്റിങ് സ്റ്റൈൽ. കടുവകളാണ് അത്തരം പേരൻസ്, കടുവകളാണ്. അവരുടെ മുന്നിൽ കുട്ടികൾക്ക് വിറച്ച് അവരെ അനുസരിക്കാൻ അനുസരണക്കേട് കാണിച്ചാൽ അതിനുള്ള ശിക്ഷയുണ്ടാവും. അനുസരിക്കാതെ വേറൊരു തരവുമില്ല. അനുസരണക്കേട് ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളാണ് അതോറിറ്റേറിയൻ പാരൻറ്റിങ്, ഇത്തരം ടൈഗർ പാരൻസിൻ്റെ കുഞ്ഞുങ്ങളായി വളർന്നു വരുന്നത്. ഇനി പറയാൻ പോകുന്നത് അതോറിറ്റേറ്റീവ് പാരന്റ്. അപ്പോൾ ഇത്രയും നേരം പറഞ്ഞതിലെല്ലാം ഓരോ പോരായ്മകളുണ്ട്. ഇനി നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രത്യേകതകളുള്ള ഒരു പാരൻറ്റിങ് എന്ന് പറയുമ്പോഴാണ് അതോറിറ്റേറ്റീവ്. അപ്പോൾ അതോറിറ്റേറിയനിൽ നിന്ന് കുറച്ച് വ്യത്യാസമാണ് അതോറിറ്റേറ്റീവ്. ഇവിടെ കുട്ടിയുടെ ഒരു സമ്പൂർണ്ണ വളർച്ച, കുട്ടിയെ മനസ്സിലാക്കി കുട്ടിയെ നർച്ചർ ചെയ്യുന്ന രീതിയിലുള്ളൊരു പാരൻറ്റിംഗ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പക്ഷേ എന്നാൽ എല്ലാം അങ്ങ് അനുവദിച്ചു കൊടുക്കുന്ന, ഒരിക്കലും നോ പറയാത്ത ഒരു പാരൻസ് ആയിരിക്കില്ല. കൃത്യമായ നിയമങ്ങളും നിഷ്ഠകളും ചിട്ടകളും ഒക്കെ ഉണ്ടാവും. അതനുസരിക്കേണ്ടതിൻ്റെ ആവശ്യകത കുട്ടിക്ക് മനസ്സിലാക്കി കൊടുത്തിരിക്കും. കുട്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും എന്നാൽ അവന് വളരാനുള്ള ഒരു സാഹചര്യവും ഒരു ഇമോഷണൽ സെക്യൂരിറ്റി, അതുപോലെ തന്നെ അവൻ്റെ ഓവറോൾ വളർച്ചയ്ക്കുള്ള ഒരു അന്തരീക്ഷം ആ വീട്ടിൽ ഉണ്ടാവുകയും ചെയ്യും.
ഇത്തരം പാരൻറ്റിങ്ങിനെ പറയുന്നത് ഡോൾഫിൻ പാരൻറ്റിങ് എന്നാണ് പറയുക. അപ്പോൾ വളരെ നർച്ചറിങ് ആയിട്ടുള്ള ഒരു പാരൻറ്റിങ് സ്റ്റൈലാണ് ഡോൾഫിൻ പാരൻറ്റിങ് ചെയ്യും. ഇനി ഇതിനപ്പുറം ഒരു പാരൻറ്റിംഗ് ഉണ്ട്, എലിഫൻറ്റ് പാരൻറ്റിംഗ് എന്ന് പറയും. ഇതിനകത്ത് അക്കാഡമിക് അച്ചീവ്മെൻറ്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും സാമൂഹികാധിഷ്ഠിതമായ എന്തെങ്കിലും ഒരു ഉയർച്ചയൊന്നും ആയിരിക്കില്ല പേരൻസ് ആഗ്രഹിക്കുന്നത്. ആ കുട്ടിയുടെ ആന്തരികമായ ഒരു ഇമോഷണൽ സെക്യൂരിറ്റി, നർച്ചറിങ്, ആ വളർച്ച, അവൻ എന്തിനാണോ മിടുക്ക് അതിലേക്ക് അവനെ നയിക്കാൻ വേണ്ടി മാത്രം. അപ്പോൾ കുട്ടിക്കാണ് പ്രാധാന്യം, കുട്ടിയുടെ ഇഷ്ടങ്ങളും കുട്ടിയുടെ ആ ഒരു കഴിവും അതിനനുസരിച്ചുള്ളൊരു നർച്ചറിങ് ആണ് എലിഫൻറ്റ് പാരൻറ്റിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു തരത്തിൽ അതോറിറ്റേറ്റീവ് പാരൻറ്റിങ് അത് ഉൾപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അതോറിറ്റേറ്റീവ് പാരൻറ്റിങ്ങിൽ ഉറപ്പായിട്ടും ആ ഒരു ചിട്ടകളും വട്ടങ്ങളും ബൗണ്ടറീസും കൂടി കൃത്യമായി നിർവചിച്ചിട്ടുണ്ടാവും. അവരുടെ എല്ലാ തരത്തിലുമുള്ള ഒരു ഓവറോൾ ഡെവലപ്മെൻ്റ് ആണ് അതോറിറ്റേറ്റീവ് പാരൻറ്റിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതെല്ലാം ഇത്തരം പല ഡോൾഫിൻ പാരൻറ്റിങ്ങും ജെല്ലി ഫിഷ് പാരൻറ്റിങ്ങും ടൈഗർ പാരൻറ്റിങ്ങും എലിഫൻറ്റ് പാരൻറ്റിങ്ങും ഒക്കെ പറയുമ്പോൾ അതിനോടൊപ്പം ഇപ്പോൾ വളരെയധികം കേട്ട് പരിചയമുള്ളൊരു പാരൻറ്റിങ് ആണ് ഹെലികോപ്റ്റർ പാരൻറ്റിങ്. അതായത് എല്ലാം ഇങ്ങനെ മുകളിൽ നിന്ന് അവരെ വീക്ഷിച്ച് നമ്മൾ അവർക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുത്ത് നമ്മുടെ നിർദ്ദേശത്തിനനുസരിച്ച് എല്ലാം അവരുടെ ഓരോ നീക്കങ്ങളും വീക്ഷിച്ച് അവരെ പിന്നിൽ എപ്പോഴും ഇങ്ങനെ രണ്ട് കണ്ണും അവരിലാണ്. അപ്പോൾ എല്ലാ കണ്ണും അവരിലാണ്. അതനുസരിച്ച് അവരെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു രീതി ഹെലികോപ്റ്റർ പാരൻറ്റിങ്. അപ്പോൾ കുട്ടി ഒരിക്കലും ഒറ്റയ്ക്കല്ല, അവൻ്റെ എല്ലാ തീരുമാനങ്ങളും ഈ തീരുമാനങ്ങളെല്ലാം അച്ഛൻ്റെ അമ്മയുടെ ഒരു കൈകടത്തിലുണ്ടാവും. ആ ഹെലികോപ്റ്റർ പാരൻറ്റിൻ്റെ ഒരു കൈകടത്തിലുണ്ടാവും, നിർദ്ദേശമുണ്ടാവും. അതനുസരിച്ച് മാത്രമായിരിക്കണം കുട്ടി വളരുക എന്ന്. ഇനി ലോൺമോയർ പാരൻറ്റിങ് എന്ന് പറഞ്ഞു വേറെയും ഒരു പാരൻറ്റിങ് സ്റ്റൈലുണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ കുട്ടിയുടെ മുന്നിൽ ഒരു വിഘ്നങ്ങളും ഇല്ലാതെ എല്ലാം തുടച്ചു നീക്കി അവന് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും അനുഭവിക്കാതെ അവനെ ഒരു ബബിളിൽ സൂക്ഷിക്കുന്ന രീതിയിലുള്ള ലോൺമോയർ പാരൻറ്റിങ്. അത്തരക്കാരാണ് പലപ്പോഴും അസൈൻമെൻറ്റ്സ് എഴുതി കൊടുക്കും, പ്രോജക്ട്സ് എഴുതി കൊടുക്കും, ഹോംവർക്ക് എഴുതി കൊടുക്കും. കുട്ടിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാൻ പാടില്ല, അല്പം പോലും വിഷമിക്കാൻ പാടില്ല എന്ന രീതിയിൽ അവൻ്റെ മുന്നിലുള്ള ഓരോ തടസ്സങ്ങളെയും തള്ളി നീക്കി മാറ്റി തന്നെ കൊണ്ട് കഴിയാവുന്ന അത്രയും അത് ഈസിയാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന ലോൺമോയർ പാരൻറ്റിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കി, നമ്മുടെ കുട്ടികളാണ് നമ്മളെ വളർത്തുന്നത്, നമ്മളൊരു പാരൻ്റായി വളർത്തുന്നതെങ്കിലും നമ്മളൊരു പാരൻ്റ് എന്ന രീതിയിൽ നമ്മുടെ പേഴ്സണാലിറ്റി ഇതിലൊരു വലിയ പങ്കുണ്ട്. നമുക്ക് കുട്ടികളെ പറ്റിയുള്ള കാഴ്ചപ്പാട്, നമ്മളെപ്പറ്റിയുള്ള കാഴ്ചപ്പാട്, തൻ്റെ കുട്ടി സമൂഹത്തിൽ എങ്ങനെ വളർന്നു വരണം, അവൻ്റെ കഴിവും അവൻ്റെ കഴിവുകേടുകളും എങ്ങനെ മനസ്സിലാക്കി പ്രോത്സാഹിപ്പിക്കണം, എന്തിനെ ഇകഴ്ത്തണം, എന്തിനെ വാഴ്ത്തണം എന്നെല്ലാം സത്യം പറഞ്ഞാൽ ഏറ്റവും നന്നായി മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം അവൻ്റെ മാതാപിതാവ്. അപ്പോൾ അതിന് നമ്മൾ ഉയരണം. ആ രീതിയിലേക്ക് ആ പാരൻറ്റിങ് സ്റ്റൈലിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ വരുത്തുക തന്നെ വേണം. ഇതിനകത്തെല്ലാം ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് വേണ്ട രീതിയിൽ ഇടപെടാനുള്ളൊരു മനസ്സൊരുക്കവും ഉണ്ടാവും. ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയില്ലേ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞാണ് നാളത്തെ നമ്മുടെ എല്ലാം അടിസ്ഥാനം, നമ്മുടെ സപ്പോർട്ട്. നമ്മളെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പോലും ഈ സമൂഹത്തിൻ്റെ ഒരു അടിത്തറ തന്നെ ഇന്നത്തെ കുട്ടികളിലാണ് നിലവിൽ. അങ്ങനെ വാർത്തെടുക്കുന്നതിൽ നമുക്ക് വലിയ പങ്കുണ്ട് താനും.